ഓം ശാന്തി 28/12/2025 അവ്യക്ത ബാബ്ദാദ മധുബൻ. റിവൈസ് കോഴ്സ് 18/3/2008. മുരളിയുടെ ടൈറ്റിലാണ് കാരണം എന്ന വാക്കിനെ നിവാരണമായി പരിവർത്തനം ചെയ്ത് മുക്തിദാതാവാകൂ. സർവർക്കും ബാബയുടെ കൂട്ടുകെട്ടിന്റെ നിറം പിടിപ്പിച്ച് സമാനമാകുന്നതിന്റെ ഹോളി ആഘോഷിക്കൂ. ഇന്ന് സർവ ഖജനാവുകളുടെയും അധികാരിയായ ബാബ്ദാദ തന്റെ നാനാഭാഗത്തെയും ഖജനാവുകളാൽ സമ്പന്നരായ കുട്ടികളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടിയുടെയും ഖജനാവിൽ എത്ര സമ്പാദ്യം ശേഖരിക്കപ്പെട്ടു, ഇത് കണ്ട് സന്തോഷിക്കുകയാണ്. ഖജനാവുകൾ എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേപോലെ കിട്ടിയിട്ടുള്ളതാണ്. എന്നിട്ടും ഓരോ കുട്ടിയുടെയും സമ്പാദ്യത്തിന്റെ കണക്ക് വ്യത്യസ്തമാണ്. ഇപ്പോൾ സമയമനുസരിച്ച് ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഖജനാവുകളാൽ സമ്പന്നമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഖജനാവ് ഇപ്പോൾ ഒരു ജന്മത്തേക്ക് മാത്രം ഉള്ളതല്ല. ഈ അവിനാശിയായ ഖജനാവ് അനേക ജന്മങ്ങളിൽ കൂടെ വരുന്നതാണ്. ഈ സമയത്തെ ഖജനാവുകൾ എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. ബാബ്ദാദ ഏതെല്ലാം ഖജനാവുകൾ നൽകിയിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മുന്നിലും വരുന്നുണ്ട്. എല്ലാവർക്കും മുന്നിൽ ഖജനാവുകളുടെ ലിസ്റ്റ് ഇമർജായില്ലേ? ബാബ്ദാദ മുൻപും കേൾപ്പിച്ചതാണ്. ഖജനാവ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ശേഖരിക്കുന്നതിനുള്ള വിധി എന്താണ്? ആര് എത്രമാത്രം നിമിത്തവും നിർമ്മാണവും ആയിരിക്കുന്നുണ്ടോ അത്രയും ഖജനാവ് ശേഖരിക്കപ്പെടും. എങ്കിൽ പരിശോധിക്കൂ, നിമിത്തവും നിർമ്മാണവും ആകുന്നതിന്റെ വിധിയിലൂടെ നമ്മുടെ സമ്പാദ്യത്തിൽ എത്ര ഖജനാവുകൾ ശേഖരിക്കപ്പെട്ടു. എത്ര ഖജനാവുകൾ ശേഖരിക്കപ്പെട്ടോ അത്രയും അവർ സമ്പന്നമാകും. അവരുടെ ചലനത്തിലും മുഖത്തിലും കൂടി സമ്പന്ന ആത്മാവിന്റെ ആത്മീയ ലഹരി സ്വതവേ കാണപ്പെടും. അവരുടെ മുഖത്തിലൂടെ സദാ ആത്മീയ ലഹരിയും അഭിമാനവും തിളങ്ങിക്കൊണ്ടിരിക്കും. എത്രത്തോളം ലഹരിയുണ്ടോ അത്രയും നിശ്ചിന്ത ചക്രവർത്തി ആയിരിക്കും. ആത്മീയ അഭിമാനം, അതായത് ആത്മീയ ലഹരി, നിശ്ചിന്ത ചക്രവർത്തിയുടെ അടയാളമാണ്. സ്വയം പരിശോധിക്കൂ. എന്റെ മുഖത്തിലും പെരുമാറ്റത്തിലും നിശ്ചിന്ത ചക്രവർത്തിയുടെ നിശ്ചയവും ലഹരിയും ഉണ്ടോ? ദർപ്പണം എല്ലാവർക്കും ലഭിച്ചില്ലേ? ഹൃദയത്തിന്റെ ദർപ്പണത്തിൽ തന്റെ മുഖം പരിശോധിക്കൂ. ഏതെങ്കിലും പ്രകാരത്തിലെ ചിന്തകൾ ഇല്ലല്ലോ. എന്താകും, എങ്ങനെയാകും, ഇത് നടപ്പില്ല. ഏതെങ്കിലും സങ്കല്പം ബാക്കിയായി പോയില്ലല്ലോ. നിശ്ചിന്ത ചക്രവർത്തിയുടെ സങ്കല്പം ഇതാണ്: എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ നല്ലതാണ്. എന്താണോ നടക്കാൻ പോകുന്നത് അത് അതിനേക്കാൾ നല്ലതാണ്. ഇതിനെയാണ് പറയുന്നത് അഭിമാനം, ആത്മാ അഭിമാനം. അർത്ഥം സ്വമാനധാരി ആത്മാവ്. വിനാശി ധനമുള്ളവർ എത്രമാത്രം സമ്പാദിക്കുന്നുണ്ടോ അത്രയും സമയമനുസരിച്ച് ചിന്തയിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് തന്റെ ഈശ്വരീയ ഖജനാവുകളുടെ ചിന്ത ഉണ്ടോ? നിശ്ചിന്തരായില്ലേ? ഖജനാവിന്റെ അധികാരിയും പരമാത്മാ ബാലകനുമായിട്ടുള്ളത് ആരാണോ അവർ സ്വപ്നത്തിൽ പോലും നിശ്ചിന്ത ചക്രവർത്തിയാണ്. കാരണം അവർക്ക് നിശ്ചയമുണ്ട്, ഈ ഈശ്വരീയ ഖജനാവുകൾ ഈ ജന്മത്തിൽ മാത്രമല്ല അനേക ജന്മങ്ങളിൽ കൂടെയുണ്ടാകും, കൂടെ കാണും. അതിനാൽ അവർ നിശ്ചയബുദ്ധിയുള്ളവരും നിശ്ചിന്തരുമാണ്. ഇന്ന് ബാബ്ദാദ നാനാഭാഗത്തെയും കുട്ടികളുടെ ശേഖരണത്തിന്റെ കണക്ക് നോക്കുകയാണ്. മുൻപും കേൾപ്പിച്ചതാണ്. വിശേഷമായി 3 പ്രകാരത്തിലെ കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഒന്നാണ് തന്റെ പുരുഷാർത്ഥമനുസരിച്ച് സമ്പാദ്യം ശേഖരിക്കുക. അത് ഒരു ഖജനാവാണ്.
രണ്ടാമത്തെ സമ്പാദ്യമാണ് ആശീർവാദങ്ങളുടെ സമ്പാദ്യം. ആശീർവാദങ്ങളുടെ സമ്പാദ്യം ശേഖരിക്കാനുള്ള സാധനമാണ് സദാ സംബന്ധ സമ്പർക്കത്തിലും സേവനത്തിലും ഇരിക്കുമ്പോൾ സങ്കല്പം, വാക്ക്, കർമ്മത്തിൽ മൂന്നിലും സ്വയം തന്നോട് സന്തുഷ്ടമായിരിക്കും. മറ്റുള്ളവരും സർവരും സദാ സന്തുഷ്ടമായിരിക്കും. സന്തുഷ്ടത ആശീർവാദങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമത്തെ സമ്പാദ്യമാണ് പുണ്യത്തിന്റെ സമ്പാദ്യം. പുണ്യത്തിന്റെ സമ്പാദ്യത്തിന്റെ മാർഗമാണ് ഏതൊക്കെ സേവനം ചെയ്യുന്നുണ്ടോ, മനസ്സുകൊണ്ടായാലും വാക്കിലൂടെ ആയാലും കർമ്മത്തിൽ കൂടിയായാലും സംബന്ധത്തിൽ വരുമ്പോൾ, സമ്പർക്കത്തിൽ വരുമ്പോൾ സദാ നിസ്വാർത്ഥവും പരിധിയില്ലാത്ത വൃത്തി, സ്വഭാവം, ഭാവം, ഭാവന, ഇതിലൂടെ പുണ്യത്തിന്റെ സമ്പാദ്യം സ്വതവേ ശേഖരിക്കപ്പെടും. പരിശോധിച്ചു നോക്കൂ. പരിശോധിക്കാൻ അറിയാമല്ലോ. അറിയാമോ? ആർക്കാണോ അറിയാത്തത് അവർ കൈ ഉയർത്തു. ആർക്കാണ് അറിയാത്തത്? ആരുമില്ല. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിൽ പരിശോധിക്കൂ. സ്വന്തം പുരുഷാർത്ഥത്തിന്റെ സമ്പാദ്യം, ആശീർവാദങ്ങളുടെ സമ്പാദ്യം, പുണ്യത്തിന്റെ സമ്പാദ്യം എത്ര ശതമാനമായി ശേഖരിച്ചു? പരിശോധിച്ചിട്ടുണ്ടോ? ആരൊക്കെ പരിശോധിച്ചിട്ടുണ്ട്? അവർ കൈ ഉയർത്തു. ചെക്ക് ചെയ്യുന്നുണ്ടോ? മുൻപിലത്തെ വരിയിലുള്ളവർ ചെയ്യുന്നില്ലേ? പരിശോധിക്കുന്നുണ്ടോ? എന്തു പറയുന്നു? ചെയ്യുന്നുണ്ടല്ലോ. ബാബ്ദാദ കേൾപ്പിച്ചിട്ടുള്ളതാണ്, സൂചന നൽകിയതാണ്. ഇപ്പോൾ സമയത്തിന്റെ സമീപത തീവ്രഗതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് തന്റെ ചെക്കിംഗ് ചെയ്യണം. ബാബ്ദാദ ഓരോ കുട്ടിയെയും രാജയോഗികളും രാജാകുട്ടികളുമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. പരമാത്മാ അച്ഛന് ഈ ആത്മീയ ലഹരിയുണ്ട്. തന്റെ ഓരോ കുട്ടിയും രാജാകുട്ടിയാണ്. സ്വരാജ്യ അധികാരി, വിശ്വരാജ്യ അധികാരി പരമാത്മാ കുട്ടികളാണ്. ബാബ്ദാദയിൽ നിന്ന് ഖജനാവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഖജനാവുകൾ ശേഖരിക്കുന്നതിനുള്ള വളരെ സഹജ വിധിയാണ്. വിധി എന്ന് പറഞ്ഞാലും താക്കോൽ എന്ന് പറഞ്ഞാലും അത് അറിയാമല്ലോ. ശേഖരിക്കുന്നതിനുള്ള താക്കോൽ ഏതാണ് അറിയാമോ? 3 ബിന്ദുക്കൾ. എല്ലായിടത്തും താക്കോലുണ്ടോ? 3 ബിന്ദുക്കൾ ഇടൂ. ഖജനാവ് ശേഖരണമായിക്കൊണ്ടിരിക്കും. അമ്മമാർക്ക് താക്കോൽ ഉപയോഗിക്കാൻ അറിയുമല്ലോ. അമ്മമാർ താക്കോൽ സൂക്ഷിക്കുന്നതിൽ സമർത്ഥരല്ലേ? എല്ലാ മാതാക്കളും ഈ 3 ബിന്ദുക്കളുടെ താക്കോൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചോ? പറയൂ അമ്മമാരെ, താക്കോൽ ഉണ്ടോ? ആരുടെ അടുത്തുണ്ടോ അവർ കൈ ഉയർത്തു. താക്കോൽ മോഷണം പോകുന്നില്ലല്ലോ. വീട്ടിലുള്ള ഓരോ വസ്തുവും സൂക്ഷിക്കാൻ അമ്മമാർക്ക് വളരെ നന്നായി അറിയാം. അപ്പോൾ ഈ താക്കോൽ സദാ കയ്യിലുണ്ടാകും. വർത്തമാന സമയത്ത് ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സമയം സമീപത്ത് എത്തിയിരിക്കുന്നത് കാരണം ഒരു വാക്ക് ബാബ്ദാദ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് സങ്കല്പത്തിലും വാക്കിലും പ്രാക്ടിക്കൽ കർമ്മത്തിലും പരിവർത്തനം ചെയ്തു കാണാനാണ് ആഗ്രഹിക്കുന്നത്. ധൈര്യമുണ്ടോ? ബാബ്ദാദ ഓരോ കുട്ടിയിലും ഈ ഒരു വാക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു വാക്ക് എപ്പോഴും തീവ്ര പുരുഷാർത്ഥത്തിൽ നിന്ന് അലസ പുരുഷാർത്ഥിയാക്കി മാറ്റുന്നതാണ്. ഇപ്പോൾ സമയമനുസരിച്ച് ഏത് പുരുഷാർത്ഥം ആവശ്യമാണ്? തീവ്ര പുരുഷാർത്ഥം. എല്ലാവർക്കും അറിവുള്ളതാണ്. തീവ്ര പുരുഷാർത്ഥിയുടെ വരിയിൽ വരുന്നുണ്ട്. പക്ഷെ ഒരു വാക്ക് എല്ലാവരെയും അലസരാക്കുന്നു. അറിയാമോ ആ വാക്ക് ഏതാണ്? പരിവർത്തനം ചെയ്യാൻ തയ്യാറാണോ? തയ്യാറാണോ? കൈ ഉയർത്തൂ. തയ്യാറാണോ? നോക്കൂ, നിങ്ങളുടെ ചിത്രം ടിവിയിൽ വരുന്നുണ്ട്. തയ്യാറാണോ? ശരി, ആശംസകൾ. ശരി, തീവ്ര പുരുഷാർത്ഥത്തിലൂടെ പരിവർത്തനം ചെയ്യണം.
അതോ ചെയ്യാം, നോക്കാം, അങ്ങനെയല്ലല്ലോ. ഒരു വാക്ക് ഏതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. എല്ലാവരും ബുദ്ധിശാലികളാണ്. ഒരു വാക്ക്, അതാണ് കാരണം എന്ന വാക്ക്. പരിവർത്തനം ചെയ്ത് നിവാരണം എന്ന വാക്ക് മുന്നിൽ കൊണ്ടുവരൂ. കാരണം മുന്നിൽ വരുന്നതിലൂടെ കാരണം ചിന്തിച്ചിരുന്നാൽ നിവാരണം ഉണ്ടാകില്ല. ബാബ്ദാദ പറയുന്നതിൽ മാത്രമല്ല, സങ്കല്പത്തിലും ഈ കാരണം എന്ന വാക്കിനെ നിവാരണത്തിലേക്ക് പരിവർത്തനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വ്യത്യസ്ത പ്രകാരത്തിലുള്ളത് ഉണ്ടാകും. കാരണം എന്ന വാക്ക് ചിന്തയിൽ, വാക്കിൽ, കർമ്മത്തിൽ വരുന്നതിൽ തീവ്ര പുരുഷാർത്ഥത്തിനു മുന്നിൽ ബന്ധനമായി മാറുന്നു. ബാബ്ദാദയോട് നിങ്ങൾ എല്ലാവരുടെയും പ്രതിജ്ഞയാണ്, സ്നേഹസ്വരൂപമുള്ള പ്രതിജ്ഞയാണ്. ഞങ്ങൾ എല്ലാവരും ബാബയുടെ വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തിൽ കൂട്ടുകാരാണ്. ബാബയുടെ കൂട്ടുകാരാണ്. ബാബ ഒറ്റയ്ക്ക് ചെന്നതല്ല, കുട്ടികളെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യം എന്താണ്? സർവാത്മാക്കളുടെയും കാരണത്തെ നിവാരണമാക്കണം. കൂടുതൽ പേരും ദുഃഖിതരും അശാന്തരുമായത് കാരണം ഇപ്പോൾ മുക്തി ആഗ്രഹിക്കുന്നു. ദുഃഖത്തിലും അശാന്തിയിലും നിന്ന്, സർവബന്ധനങ്ങളിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്നു. മുക്തിദാതാവ് ആരാണ്? ബാബയോടൊപ്പം കുട്ടികളായ നിങ്ങളും മുക്തിദാതാവാണ്. ഇപ്പോഴും നിങ്ങളുടെ ജഡചിത്രങ്ങളിൽ നിന്ന് എന്താണ് യാചിക്കുന്നത്? ഇപ്പോൾ ദുഃഖവും അശാന്തിയും വർദ്ധിക്കുന്നത് കാരണം കൂടുതൽ ആത്മാക്കൾ എല്ലാവരും മുക്തിദാതാവായ ആത്മാക്കളായ നിങ്ങളെ ഓർമ്മിക്കുന്നു. മനസ്സിൽ ദുഃഖിതരായി നിലവിളിക്കുന്നു, മുക്തിദാതാവേ, മുക്തി നൽകൂ. നിങ്ങൾ ആത്മാക്കളുടെ ദുഃഖത്തിന്റെയും അശാന്തിയുടെയും വിളി കേൾക്കുന്നുണ്ടോ? മുക്തിദാതാവായി ആദ്യം ഈ കാരണം എന്ന വാക്ക് മുക്തമാക്കൂ. സ്വതവേ മുക്തിയുടെ ശബ്ദം താങ്കളുടെ കാതുകളിൽ മുഴങ്ങും. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ വാക്കിൽ നിന്ന് മുക്തമാകും. എങ്കിൽ മറ്റുള്ളവരെയും മുക്തമാക്കാൻ സാധിക്കും. ഇപ്പോൾ ദിവസം പ്രതി മുക്തിദാതാവ് മുക്തി നൽകൂ എന്ന ക്യൂ നിങ്ങൾക്ക് മുന്നിൽ വരും. ഇപ്പോഴും തന്റെ പുരുഷാർത്ഥത്തിൽ വ്യത്യസ്തമായ കാരണം എന്ന വാക്ക് കാരണം മുക്തിയുടെ വാതിൽ അടഞ്ഞിരിക്കുകയാണ്. അതിനാൽ ബാബ്ദാദ ഈ വാക്കിനെ ഇതിനോടൊപ്പം ഇതിലും ദുർബലമായ വാക്ക് വരുന്നുണ്ട്, വിശേഷമായാണ്. കാരണം പിന്നെ അതിൽ ഇനിയും കുറവുകൾ വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ എങ്ങനെ ഇതും ഇതിന്റെ കൂട്ടുകാരായ വാക്കുകളാണ്. ഇതെല്ലാം വാതിൽ അടയുന്നതിനുള്ള കാരണമാണ്. ഇന്നെല്ലാവരും ഹോളി ആഘോഷിക്കുന്നതിനായി വന്നതല്ലേ? എല്ലാവരും കഷ്ടപ്പെട്ട് എത്തിയിട്ടുള്ളതാണ്. സ്നേഹത്തിന്റെ വിമാനത്തിൽ കയറി എത്തിയതാണ്. ബാബയോട് സ്നേഹമുണ്ട്. ബാബയോടൊപ്പം ഹോളി ആഘോഷിക്കാൻ എത്തിയതാണ്. ആശംസകൾ എത്തിയല്ലോ. ബാബ്ദാദ ആശംസകൾ നൽകുന്നു. ബാബ്ദാദ കാണുകയാണ്, കസേരയിൽ സഞ്ചരിക്കുന്നവരും ആരോഗ്യം കുറച്ച് അസ്ഥിരമാണെങ്കിലും ധൈര്യപൂർവം എത്തിച്ചേർന്നു. ബാബ്ദാദ ഈ ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ ക്ലാസ്സിൽ എത്തിയില്ലേ? പ്രോഗ്രാമിന് വരുമ്പോൾ ചെയറിൽ ഇരുന്നും വഴികാട്ടിയെ കൂട്ടി എത്തിച്ചേർന്നു. ഇതിനെ എന്താണ് പറയുന്നത്? പരമാത്മ സ്നേഹം. ബാബ്ദാദയും അങ്ങനെയുള്ള ധൈര്യവാന്മാരും ഹൃദയത്തിലെ സ്നേഹിയുമായ കുട്ടികൾക്ക് വളരെയധികം ഹൃദയത്തിന്റെ ആശീർവാദങ്ങളും ഹൃദയത്തിന്റെ സ്നേഹവും വിശേഷമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ധൈര്യം വെച്ച് വന്നിരിക്കുകയാണ്. ബാബയുടെയും പരിവാരത്തിന്റെയും സഹായം കൂടെയുണ്ട്. എല്ലാവർക്കും നല്ല സ്ഥലം കിട്ടിയോ? കിട്ടിയോ? നല്ല സ്ഥലം കിട്ടിയവർ കൈ ഉയർത്തു. വിദേശികൾക്ക് നല്ല സ്ഥലം കിട്ടിയോ? മേളയാണ്, മേള. ആ മേളയിൽ മണ്ണും ഉയരും ഭക്ഷണവും കൊടുത്തുകൊണ്ടിരിക്കും.
നിങ്ങൾക്ക് നല്ല ബ്രഹ്മഭോജനം കിട്ടിയില്ലേ? കിട്ടിയോ? നന്നായി കൈ വീശുന്നുണ്ട്. ഉറങ്ങാൻ 3 അടി മണ്ണ് കിട്ടിയോ? ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം സംഗമത്തിലാണ് നടക്കുക, പിന്നെ നടക്കില്ല. ഇന്ന് ബാബ്ദാദയ്ക്ക് സങ്കല്പമുണ്ടായി, എല്ലാ കുട്ടികളുടെയും സമ്പാദ്യത്തിന്റെ കണക്ക് നോക്കണം. നോക്കുകയും ചെയ്തു, മുന്നോട്ടും നോക്കും. കാരണം ബാബ്ദാദ മുമ്പേ കുട്ടികൾക്ക് സൂചന നൽകിയതാണ്. സമ്പാദ്യത്തിന്റെ കണക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള സമയം ഇപ്പോൾ സംഗമയുഗമാണ്. ഈ സംഗമയുഗത്തിൽ ഇപ്പോൾ എത്രമാത്രം സമ്പാദിക്കാൻ കഴിയുമോ മുഴുവൻ കൽപ്പത്തിലേക്കുമുള്ള സമ്പാദ്യം ഇപ്പോൾ ശേഖരിക്കാൻ കഴിയും. പിന്നീട് സമ്പാദ്യം ശേഖരിക്കാനുള്ള ബാങ്ക് പോലും അടയ്ക്കും. പിന്നെന്ത് ചെയ്യും? അതിനാൽ ബാബ്ദാദയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ട്. ബാബ്ദാദയ്ക്കറിയാം കുട്ടികൾ അലസത കാരണം ഇടയ്ക്ക് മറന്നുപോകുന്നു. ആയിത്തീരും, നോക്കാം, ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. വളരെ രസകരമായി പറയുന്നു. താങ്കൾ കാണുന്നില്ലേ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു, വേറെ എന്ത് ചെയ്യും? നടക്കുന്നതും പറക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? നടന്നുകൊണ്ടിരിക്കുന്നു. ആശംസകൾ. ഇപ്പോൾ നടക്കുന്നതിനുള്ള സമയം സമാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറക്കുന്നതിനുള്ള സമയമാണ്. അപ്പോഴാണ് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നത്. സാധാരണ പ്രജയാകുന്നത്, ഭഗവാന്റെ കുട്ടി സാധാരണ പ്രജയാകുന്നത് ശോഭിക്കുമോ? ഇപ്പോൾ ഹോളി ആഘോഷിക്കുന്നതിനായി വന്നിരിക്കുകയാണല്ലോ. ഹോളിയുടെ അർത്ഥമാണ് കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്നു മുതൽ ബാബ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും കുറവ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം കഴിഞ്ഞുപോയത് കഴിഞ്ഞതായി കണക്കാക്കി തന്റെ ചിത്രം സ്മൃതിയിൽ കൊണ്ടുവരൂ. സ്വന്തം ചിത്രകാരനായി തന്റെ ചിത്രം എടുക്കൂ. അറിയാമോ, ബാബ്ദാദ ഇപ്പോഴും ഓരോ കുട്ടിയുടെയും ഏത് ചിത്രമാണ് മുന്നിൽ കാണുന്നത്? അറിയാമോ, ഏത് ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തന്റെ ചിത്രം എടുക്കൂ. അറിയാമോ ചിത്രമെടുക്കാൻ? അറിയില്ലേ? ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ പേന കൊണ്ട് തന്റെ ചിത്രം ഇപ്പോൾ തന്നെ മുന്നിൽ കൊണ്ടുവരൂ. ആദ്യം എല്ലാവരും ഡ്രിൽ ചെയ്യൂ. മനസ്സിന്റെ ഡ്രിൽ, കർമ്മേന്ദ്രിയങ്ങളുടെ ഡ്രിൽ അല്ല, മനസ്സിന്റെ ഡ്രിൽ ചെയ്യൂ. തയ്യാറാണോ? ഡ്രില്ല് ചെയ്യാൻ തയ്യാറാണോ? തലയാട്ടൂ. ഏറ്റവും ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ ചിത്രമാണ് കിരീടവും സിംഹാസനവും. തന്റെ ചിത്രം മുന്നിൽ കൊണ്ടുവരൂ. മറ്റെല്ലാ സങ്കല്പവും മാറ്റിവെക്കൂ. നിങ്ങൾ എല്ലാവരും ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരാണ്. സിംഹാസനമുണ്ടല്ലോ. ഇതുപോലുള്ള സിംഹാസനം വേറെ എവിടെയും ലഭിക്കില്ല. ആദ്യം ഈ ചിത്രമെടുക്കൂ. ഞാൻ വിശേഷ ആത്മാവാണ്, സ്വമാനധാരി ആത്മാവാണ്. ബാബ്ദാദയുടെ ആദ്യ രചനയായ ശ്രേഷ്ഠ ആത്മാവാണ്. ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥനാണ്. സിംഹാസനസ്ഥരായി മാറി. കൂടെ പരമാത്മാവിന്റെ രചന ഈ വൃക്ഷത്തിന്റെ വേരിൽ ഇരിക്കുന്ന പൂർവികനും പൂജ്യനുമായ ആത്മാവാണ്. ഈ സ്മൃതിയുടെ തിലകധാരിയാണ്. സ്മൃതിയുടെ തിലകം ധരിച്ചു. ഒപ്പം നിശ്ചിന്ത ചക്രവർത്തിയാണ്. സർവചിന്തകളും ഭാരവും ബാബയ്ക്കർപ്പിക്കുന്ന ഡബിൾ ലൈറ്റ് തിലകധാരിയാണ്. തിലകം, കിരീടം, സിംഹാസനസ്ഥർ. അങ്ങനെ ബാബയുടെ, അതായത് പരമാത്മാവിന് പ്രിയപ്പെട്ട ആത്മാവാകുന്നു. തന്റെ ഈ ചിത്രം എടുത്തിട്ടുണ്ടോ? സദാ ഈ ഡബിൾ ലൈറ്റിന്റെ കിരീടം ചുറ്റി സഞ്ചരിക്കുമ്പോഴെല്ലാം ധാരണ ചെയ്യുന്നുണ്ടോ? തന്റെ സ്വമാനം ഓർമ്മിക്കുമ്പോഴെല്ലാം ഈ കിരീടവും തിലകവും സിംഹാസനസ്ഥനായ ആത്മാവാണ്. തന്റെ ഈ ചിത്രം ദൃഢസങ്കല്പത്തിൽ കൂടി മുന്നിൽ കൊണ്ടുവരൂ. തുടക്കത്തിലെ നിങ്ങളുടെ അഭ്യാസം ഓർമ്മയുണ്ടോ? എപ്പോഴും ഒരു വാക്കിന്റെ സ്മൃതിയിൽ ഇരിക്കുമായിരുന്നു.
ഒരു വാക്കായിരുന്നു ഞാൻ ആരാണ്. ഈ ഞാൻ ആരാണ്? ഈ ശബ്ദം എപ്പോഴും സ്മൃതിയിൽ കൊണ്ടുവരൂ. തന്റെ വ്യത്യസ്ത സ്വമാനം, ടൈറ്റിലുകൾ, ഭഗവാനിൽ നിന്ന് ലഭിച്ച ടൈറ്റിൽ. ഇപ്പോൾ ആളുകൾക്ക് മനുഷ്യനിൽ നിന്നും ടൈറ്റിൽ കിട്ടുന്നുണ്ട്. അതും എത്ര മഹത്തായി കാണുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ബാബയിലൂടെ എത്ര ടൈറ്റിലുകളും സ്വമാനവുമാണ് കിട്ടിയിട്ടുള്ളത്. സദാ സ്വമാനത്തിന്റെ ലിസ്റ്റ് തന്റെ ബുദ്ധിയിൽ മനനം ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ ആരാണ്? ലിസ്റ്റ് കൊണ്ടുവരൂ. ഈ ലഹരിയിൽ ഇരിക്കൂ. എങ്കിൽ എന്ത് കാരണമാണോ ഉള്ളത് ആ വാക്ക് മെർജായി പോകും. ഓരോ കർമ്മത്തിലും കാണപ്പെടും. നിവാരണത്തിന്റെ സ്വരൂപമായി മാറുമ്പോൾ സർവാത്മാക്കൾക്കും നിർവാണധാമത്തിലും മുക്തിധാമത്തിലും സഹജമായി പോകുന്നതിനുള്ള വഴി പറഞ്ഞുകൊടുത്ത് മുക്തി നൽകും. ദൃഢസങ്കല്പമെടുക്കൂ. അറിയാമോ ദൃഢസങ്കല്പമെടുക്കാൻ? ദൃഢത ഉണ്ടെങ്കിൽ ദൃഢത സഫലതയുടെ താക്കോൽ ആണ്. ദൃഢസങ്കല്പത്തിൽ അല്പവും കുറവ് വരരുത്. കാരണം മായയുടെ ജോലിയാണ് തോൽപ്പിക്കുക. താങ്കളുടെ ജോലി എന്താണ്? താങ്കളുടെ ജോലിയാണ് ബാബയുടെ കഴുത്തിലെ മാലയാകുക, മായയോട് തോൽക്കുന്നത് അല്ല. എല്ലാവരും ഈ സങ്കല്പം വയ്ക്കൂ. ഞാൻ ബാബയുടെ കഴുത്തിലെ വിജയമാലയാണ്. കഴുത്തിലെ മാലയാണ്. കഴുത്തിലെ മാല വിജയത്തിന്റെ മാലയാണ്. ബാബ്ദാദ കൈ ഉയർത്തിക്കുകയാണ്. താങ്കൾ എന്ത് ആകണം? എല്ലാവരും എന്തുത്തരം നൽകും? ഒരുത്തരമാണ് നൽകുന്നത്. ലക്ഷ്മി നാരായണൻ ആകണം. രാമനും സീതയുമല്ല, നമ്മൾ ലക്ഷ്മി നാരായണനാകുന്നവർ ബാബ്ദാദയുടെ വിജയമാലയിലെ മുത്തുകളാണ്. പൂജ്യാത്മാക്കളാണ്. ഭക്തർ താങ്കളുടെ മാലയിലെ മുത്തുകൾ ജപിച്ച് തന്റെ പ്രശ്നങ്ങൾ സമാപ്തമാക്കുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠ മുത്തുകൾ ആണ്. ഇന്ന് ബാബ്ദാദയ്ക്ക് എന്ത് നൽകും? ഹോളിയുടെ ഏതെങ്കിലും സമ്മാനം നൽകുമല്ലോ. ഈ കാരണം എന്ന വാക്ക് എങ്കിൽ എന്നത് കാരണം എങ്കിൽ എന്ന് പറഞ്ഞാൽ തത്തയാകും. എങ്കിൽ എന്നതും ഇല്ല. അങ്ങനെ ഇങ്ങനെ എന്നതുമില്ല. ഒരു പ്രകാരത്തിലെയും കാരണം ഇല്ല. നിവാരണം മാത്രം. ശരി, ബാബ്ദാദ ഓരോ കുട്ടിക്കും സമാനമാകുന്നതിന്റെ ശ്രേഷ്ഠ സങ്കല്പം ചെയ്യുന്നതിനുള്ള കോടി കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ലഹരിയുണ്ടോ? നമ്മളെപ്പോലെ പദമാപദം ഭാഗ്യവാൻ ആരുണ്ട്? ഈ ലഹരിയിൽ ഇരിക്കൂ. ശരി, ഇപ്പോൾ സെക്കൻഡിൽ സർവ ബ്രാഹ്മണരും തന്റെ രാജയോഗത്തിന്റെ അഭ്യാസം ചെയ്തുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന്റെ അധികാരിയായി മനസ്സിനെ ആഗ്രഹിക്കുന്നിടത്ത് ആഗ്രഹിക്കുന്ന അത്രയും സമയം എങ്ങനെ വേണമോ അതുപോലെ ഇപ്പോൾ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കൂ. എവിടെയും മനസ്സ് അവിടെയും ഇവിടെയും ചഞ്ചലമാകരുത്. എന്റെ ബാബ, മധുരമായ ബാബ, പ്രിയപ്പെട്ട ബാബ, ഈ സ്നേഹത്തിന്റെ കൂട്ടുകെട്ടിന്റെ നിറത്തിന്റെ ആധ്യാത്മിക ഹോളി ആഘോഷിക്കൂ. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, നാനാഭാഗത്തെയും ശ്രേഷ്ഠ വിശേഷ ഹോളിയും ഹയസ്റ്റുമായ കുട്ടികൾക്ക് സദാ സ്വയത്തിനെ ബാബയ്ക്ക് സമാനം സർവശക്തികളായാലും സമ്പന്നമായി മാസ്റ്റർ സർവശക്തിവാന്റെ അനുഭവം ചെയ്യുന്നവർക്ക് സദാ ഓരോ കുറവുകളിൽ നിന്നും മുക്തരായി അന്യ ആത്മാക്കൾക്കും മുക്തി നൽകുന്ന മുക്തിദാതാവായ കുട്ടികൾക്ക് സദാ സ്വമാനത്തിന്റെ സീറ്റിൽ സെറ്റായിരിക്കുന്ന സദാ അമർ ഭവയുടെ വരദാനത്തിന്റെ അനുഭവ സ്വരൂപമായിരിക്കുന്ന അങ്ങനെ നാനാഭാഗത്തെയും മുന്നിലിരിക്കുന്നവരും ദൂരെയിരുന്നും സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് സ്നേഹസ്മരണകളും
തന്റെ ഉന്മേഷവും ഉത്സാഹത്തിന്റെയും പുരുഷാർത്ഥത്തിന്റെയും വാർത്ത നൽകുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ വളരെ വളരെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും കോടി കോടി മടങ്ങ് സ്നേഹസ്മരണകളും സ്വീകരിക്കൂ. എല്ലാ രാജയോഗിയിൽ നിന്ന് രാജ്യ അധികാരികളായ കുട്ടികൾക്ക് നമസ്തേ. വരദാനം: ഓൾമൈറ്റി ശക്തിയുടെ ആധാരത്തിൽ ആത്മാക്കളെ സമ്പന്നമാക്കുന്ന പുണ്യാത്മാവായി ഭവിക്കട്ടെ. ദാനപുണ്യത്തിന്റെ അധികാരമുള്ള രാജാക്കന്മാരുടെ അധികാരത്തിന്റെ മുഴുവൻ ശക്തിയും ഉണ്ടായിരുന്നു. ആ ശക്തിയുടെ ആധാരത്തിൽ ആരെ വേണമെങ്കിലും എന്തും ആക്കി മാറ്റാൻ കഴിയും. അതുപോലെ നിങ്ങൾ മഹാദാനി പുണ്യാത്മാക്കൾക്ക് നേരിട്ട് ബാബയിലൂടെ പ്രകൃതി ജീത്തും മായാജീത്തും ആകുന്നതിന്റെ വിശേഷ അധികാരം പ്രാപ്തമായിട്ടുണ്ട്. താങ്കൾ തന്റെ ശുദ്ധ സങ്കല്പത്തിന്റെ ആധാരത്തിലൂടെ ബാബയുമായി ഏതാത്മാവിനെയും സമ്പന്നമാക്കാൻ കഴിയും. ഈ അധികാരം യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കുക മാത്രം ചെയ്യൂ. സ്ലോഗൻ: നിങ്ങൾ എപ്പോഴാണോ സമ്പൂർണതയുടെ ആശംസകൾ ആഘോഷിക്കുന്നത്, അപ്പോൾ സമയവും പ്രകൃതിയും മായയും വിടവാങ്ങും. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവുമാകുന്നതിന്റെ ധ്വനി മുഴക്കൂ. മനസ്സും ബുദ്ധിയും കർമ്മത്തിൽ മുഴുകുമ്പോൾ ആ സമയത്ത് നിർദ്ദേശം കൊടുക്കൂ: ഫുൾ സ്റ്റോപ്പ്. കർമ്മത്തിന്റെ സങ്കല്പവും സ്റ്റോപ്പ് ആകണം. ഈ അഭ്യാസം ഒരു നിമിഷത്തേക്ക് ചെയ്യൂ. അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കൂ. കാരണം അന്തിമ സർട്ടിഫിക്കറ്റ് ഒരു സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിലൂടെയാണ് കിട്ടുന്നത്. സെക്കൻഡിൽ വിസ്താരത്തെ ചുരുക്കൂ. സാരസ്വരൂപമായി മാറൂ. ഈ അഭ്യാസം കർമാതീതമാക്കും. ഓം ശാന്തി.